സ്റ്റാർട്ടിംഗ് 11 മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു ഫുട്ബോൾ ടീമിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് മുന്നേറ്റ നിര. ഒരുപക്ഷെ മുന്നേറ്റ നിരയുടെ ശക്തി അനുസരിച്ചിരിക്കും ഓരോ ടീമിൻ്റെയും ജയപരാജയങ്ങൾ. മുന്നേറ്റ നിരയ്ക്ക് ഫുട്ബോളിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരുപാട് മത്സരങ്ങൾ നമ്മൾ ഫുട്ബോളിൽ കണ്ടിട്ടുണ്ട്. ശക്തമായ മുന്നേറ്റ നിര തന്നെയാണ് ഏതൊരു ഫുട്ബോൾ ടീമിൻ്റെയും യഥാർത്ഥ കരുത്ത്. എന്നാൽ ഏതൊരു ഫുട്ബോൾ ടീമിനെയും അപകടകാരികളാക്കി മാറ്റാൻ അവരുടെ മുന്നേറ്റ നിരയ്ക്ക് സാധിച്ചേക്കും. ഇക്കുറി കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റ നിര എന്തുകൊണ്ടും ശക്തമാണ്. നോവ സദോയി മുതൽ ജീസസ് ജിമിനസ് ഉൾപ്പെടെയുള്ള താരങ്ങളടങ്ങുന്ന മുന്നേറ്റ നിരയാണ് ഇക്കുറി ബ്ലാസ്റ്റേഴ്സിനുള്ളത്. പുതിയ ESL സീസണിന് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയെ പറ്റിയുള്ള ഒരു ചെറിയ അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോവ സദോയിയും ജീസസ് ജിമിനസും ക്വാമെ പെപ്പറയും KP രാഹുലും ശ്രീകുട്ടൻ എംഎസും ഇഷാൻ പണ്ഡിതും അടങ്ങുന്ന ഒരു മുന്നേറ്റ നിരയാണ് ഇക്കുറി ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഒന്നാമതായി നോവ സദോയിയാണ്. ഒരു മിഡ്ഫീൽഡർ എന്നതിലുപരി ഒരു ഫോർവേഡറായി കളിക്കാൻ ശേഷിയുള്ള താരം തന്നെയാണ് നോവ സദോയി. മിക്കാൽ സെഹ്റ നോവ സദോയിയെ ഒരു ഫോർവേഡറായി കളിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ഡുറാൻഡ് കപ്പിൽ മിക്കാൽ സെഹ്റ നോവ സദോയിയെ ഒരു ഫോർവേഡറായിട്ടാണ് യൂസ് ചെയ്തത്. അതിൽ നോവ സദോയി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ISLലും നോവ സദോയിയെ മിക്കാൽ സെഹ്റ ഒരു ഫോർവേഡറായി യൂസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. മുന്നേറ്റ നിരയിൽ ഒരുപാട് നല്ല കൗണ്ടർ അറ്റാക്സും സ്പീഡി മൊമെൻസും ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ നോവ സദോയിക്ക് കഴിയും. ഫോർവേഡ് ലൈൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശേഷിയുള്ള താരം തന്നെയാണ് നോവ സദോയി. മുന്നേറ്റ നിരയിൽ ഒരുപാട് നല്ല ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാൻ താരത്തിന് സാധിക്കും. അടുത്തതായി ജീസസ് ജിമിനസ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡുറാൻഡ് കപ്പ് മത്സരങ്ങളൊന്നും താരത്തിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. താരം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ചയാകുന്നതേ ഉള്ളൂ. മുന്നേറ്റത്തിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന പ്ലെയർ തന്നെയാണ് ജീസസ് ജിമിനസ്. അത്യാവശ്യം നല്ല സ്കിൽഫുൾ പ്ലെയറുമാണ് ജീസസ് ജിമിനസിൻ്റെ വരവോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര ഒന്നുകൂടി ശക്തമായിരിക്കുകയാണ്. താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് KP രാഹുലാണ്. മിഡ്ഫീൽഡറായും ഫോർവേഡറായും ഒരുപാട് കളിക്കാൻ ശേഷിയുള്ള താരം തന്നെയാണ് KP രാഹുലും. അതുകൊണ്ട് തന്നെ മിക്കാൽ സെഹ്റ KP രാഹുലിനെ ഒരു ഫോർവേഡറായി യൂസ് ചെയ്യാനും സാധ്യതകൾ കാണുന്നുണ്ട്. നല്ല സ്പീഡി പ്ലെയർ തന്നെയാണ് KP രാഹുൽ തൻ്റെ ഫോം കണ്ടെത്തി ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഇഷാൻ പണ്ഡിതയാണ്. കഴിഞ്ഞ സീസണിൽ വേണ്ടുവോളം അവസരങ്ങളൊന്നും ഇഷാൻ പണ്ഡിതയ്ക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ പുതിയ സീസണിലേക്ക് വരുമ്പോൾ താരത്തിന് ഒരുപാട് നല്ല അവസരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ ഡുറാൻഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇഷാൻ പണ്ഡിത ഒരു മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളുകളും താരം നേടിയിട്ടുണ്ട്. പിന്നെ പരുക്ക് പിടിവിട്ടുകൊണ്ട് താരത്തിന് അവശേഷിക്കുന്ന മത്സരങ്ങളൊന്നും ഡുറാൻഡ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിച്ചിരുന്നില്ല. ക്വാമെ മിക്കാൽ സെഹ്റ ഫസ്റ്റ് 11 തന്നെ ഉൾപ്പെടുത്താൻ സാധ്യതകൾ കൂടുതലാണ്. മുന്നേറ്റത്തിൽ നല്ല സ്പീഡ് പ്ലേയേഴ്സാണ് നോവ സദോയും ക്വാമെ പെപ്പറയും. ഇപ്പോൾ ഒരുപാട് നല്ല കൗണ്ടർ അറ്റാക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.